ഹലോ. നമുക്ക് അപ്പം സെക്കൻഡ് ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും കിട്ടുമെന്നറിയില്ല. അപ്പൊ ചിലർക്ക് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് ചിലർക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു. നമുക്കതൊക്കെ ഒന്ന് തുടങ്ങാം. അപ്പം ഞാന് ലാസ്റ്റ് എന്ന ക്വസ്റ്റ്യനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ചാല്, assume that each born child is equally likely to be a boy or a girl. If a family has two children, what is the conditional probability that both are girls, given that the youngest is a girl, at least first one youngest is a girl, and the second one is at least one is a girl. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്, ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ഒരു കുട്ടി ജനിച്ച കുട്ടി ബോയോ ഗേളോ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈക്വലി ലൈക്ലിയാണ്. വെച്ചാല് ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ അത് രണ്ടും ബോയും ഗേളും ആയതുകൊണ്ട് നമുക്കത് എങ്ങനെ പറയാം? ബോയ് ജനിക്കാനുള്ള പ്രോബബിലിറ്റിയും ഗേള് ജനിക്കാനുള്ള പ്രോബബിലിറ്റിയും നമുക്ക് എങ്ങനെ പറയാം? രണ്ടും ടോട്ടലായിട്ട് നമുക്ക് എത്ര ഉള്ളൂ? ബോയ് ഓർ ഗേൾ. അപ്പൊ അതിന് 1/2 എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇനീഷ്യലി മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബോയ് അല്ലെങ്കിൽ ഗേള് ഉണ്ടാവാനായിട്ടുള്ള പ്രോബിലിറ്റി, അതായത് ഈക്വലി ലൈക്ലി ആണ്. ഇനി ഇഫ് എ ഫാമിലി ഹാസ് 2 ചിൽഡ്രൻ, ആ ഫാമിലിക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ കണ്ടീഷണൽ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ഗേൾസ് ഗിവൺ ദാറ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാല് 2 കുട്ടികളും ഗേൾസ് ആണ്, ഗിവൺ ദാറ്റ് യങ്ങസ്റ്റ് ഈസ് എ ഗേൾ, യങ്ങസ്റ്റ് ഗേൾ ആവാനായിട്ടുള്ള പ്രോബിലിറ്റി. അപ്പൊ നമ്മൾ ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, എന്ത് തന്നാലും നമ്മൾ ആദ്യമേ സാമ്പിൾ സ്പേസ് എഴുതുക. ഓക്കെ, അപ്പൊ ഈ ഫാമിലിക്ക് ഓൾറെഡി 2 കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? ബോയും ആകാം ഗേളും ആകാം ഈ 2 കുട്ടികള്. അപ്പം ആദ്യമേ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് സാമ്പിൾ സ്പേസ് ആണ്. അപ്പം ഒന്നെങ്കിൽ എന്താണ്, രണ്ടും ബോയ്സ് ആകാം, പിന്നെന്താണ്, ഒരു ബോയോ ഒരു ഗേളോ ആകാം, അല്ലെങ്കിൽ എന്താ, ഒരു ഗേളോ ഒരു ബോയോ ആകാം, അല്ലെങ്കിൽ 2 ഗേൾസ് ആകാം. സാമ്പിൾ സ്പേസ് എഴുതുന്നത് മനസ്സിലായോ? അതായത് നമ്മള് ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഫാമിലി ഹാസ് 2 ചിൽഡ്രൻ. ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ഇവിടെ തൊട്ടാ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗിവൺ ഇൻഫർമേഷൻ ബോയോ ഗേളോ ആകാനായിട്ടുള്ളത് ഈക്വലി ലൈക്ലി ഇവന്റ്സുകളാണ്. ഫാമിലിക്ക് 2 കുട്ടികൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതേണ്ടത്. ഈ സാമ്പിൾ സ്പേസ് നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. വൺ സാമ്പിൾ സ്പേസ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ചോദിച്ചിരിക്കുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ളൊരു ഫോർമേഷൻ ആണ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ എ എന്താണെന്നും ബി എന്താണെന്നും അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ഡിഫൈൻ ചെയ്യണം. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ഇവന്റ് ആണ്. അപ്പം ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ബോത്ത് ആർ ഗേൾസ് ഗിവൺ ദാറ്റ് ദ യങ്ങസ്റ്റ് ഈസ് എ ഗേൾ. മനസ്സിലായി? അപ്പൊ നമ്മള് ആദ്യത്തെ ഫസ്റ്റ് എന്നുള്ള കേസിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ എന്ന് പറയുന്ന ഇവന്റ് എപ്പോഴും എന്താണ്? ബോത്ത് ആർ ഗേൾസ്. ഓക്കെ, ബോത്ത് ആർ ഗേൾസ്. ഇനി ബി എന്ന് പറയുന്നത് നമ്മളിപ്പം ഫസ്റ്റ് ചോയ്സ് എടുക്കുമല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ യങ്ങസ്റ്റ് ഈസ് എ ഗേൾ ആണ് നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, YOU. യങ്ങസ്റ്റ് ഈസ് എ ഗേൾ എന്ന് പറയുന്നതാണ് എന്ത്? ബി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോറി,
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്പെരിമെന്റ് എന്താന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എക്സ്പെരിമെന്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുള്ളൂ. സാമ്പിൾ സ്പേസ് എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിട്ട് കണ്ടീഷണൽ പ്രോബിലിറ്റി അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ടീഷണൽ പ്രോബിലിറ്റി എ ഗിവൺ ബി ആണ്. എ എന്താണ് ബി എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ബോത്ത് ആർ ഗേൾസ് ഗിബൺ ദാറ്റ് എന്ന് തന്നിട്ടുണ്ട്. യങ്ങസ്റ്റ് ഇസ് എ ഗേൾ. അപ്പൊ നമുക്ക് എയും ബിയും എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എയും ബിയും വൺസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്കറിയാം, അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ നമുക്ക് ഡെഫിനിഷൻ ഒക്കെ എന്താണെന്നറിയാം അല്ലെ? എന്താണ് പ്രോബിലിറ്റി ഓഫ്, ഇപ്പം എ ഗിവൺ ബി ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ, സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരൊക്കെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ബി എന്ന് പറഞ്ഞ ഇവന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം, എ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ രണ്ട് ഇവന്റുകളും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ എ ഇന്റർസെക്ഷൻ ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഇവന്റുകൾ ഇവാലുവേറ്റ് ചെയ്തെങ്കിൽ സെറ്റിന്റെ അകത്ത് ആരൊക്കെ വരുമെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പ്രോബിലിറ്റി എഴുതാനും പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ബി ആദ്യം എഴുതിയുണ്ട്. ബി എന്ന് പറയുന്നത് യങ്ങസ്റ്റ് ഇസ് എ ഗേൾ എന്നാണ്. അതായത് ഇപ്പം നമ്മൾ ഈ എഴുതിയ ഓർഡറിൽ ഇത് ഫസ്റ്റ് കുട്ടി ഇത് സെക്കൻഡ് കുട്ടി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ യങ്ങസ്റ്റ് ഗേൾ ആവുന്ന ഇതിൽ ആരൊക്കെയുണ്ട് ആരെങ്കിലും പറയാവോ? ചെയ്തവര് പറയണ്ട, ചെയ്യാത്തവര് പറഞ്ഞാൽ മതി. ചെയ്തവര് കാണും, അവര് പറയണമെന്നില്ല. ആരും പറയുന്നില്ല, അവര് പറഞ്ഞു. പക്ഷെ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇതിന്റെ അകത്ത് യങ്ങസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം അതില് ഗേൾസ്, അതായത് രണ്ടാമത്തെ കുട്ടി ഗേൾ ആവുന്ന ഇവന്റുകൾ അല്ലെങ്കിൽ മെമ്പേഴ്സുകൾ, ഇവന്റുകൾ അല്ലെ, ആ മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും ഈ സെറ്റിലെ സാമ്പിൾ സ്പേസിലെ? അതിലൊന്ന് പറയാവോ? സെക്കൻഡും ഫോർത്തും. അതെ, വെരി ഗുഡ്. അതായത് സെക്കൻഡ് ഫോർത്ത് എന്ന് ഉദ്ദേശിച്ച് ഇതാണ്. നമ്മൾ ഇതിനെ ഇപ്പം എ ബി സി ഡി എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ ബിയും ഡിയും ആണ് ഉദ്ദേശിച്ചത്. അതായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങോട്ട് എഴുതിയെടുക്കാം. ഞാൻ ബി ആണെന്ന് തോന്നാതെ എഴുതുക. അപ്പം ബോയ് ഗേൾ, ഗേൾ ഗേൾ, ഇതാണ് നമ്മുടെ ബി ഇവന്റ്. ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആരെ എഴുതാം? എ ഇവന്റിനെ എഴുതാം. എ എന്ന് പറയുന്ന രണ്ട് കുട്ടികളും ഗേൾസ് ആയിരിക്കണം. അതിവിടെ ഒറ്റ ഒരാളെ ഉള്ളൂ രണ്ടും ഗേൾ ആവുന്നത്. അപ്പം അതെന്ത് ചെയ്യുക, അതിങ്ങോട്ട് എഴുതുക. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഇവന്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ എക്സ്പെരിമെന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി ഇതിന്ന് ഇപ്പൊ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ പറ്റും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത്. ഇതിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ്? ഇയാളാണ് അല്ലെ, ഗേളും ഗേളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ഗേളും ഗേളും എഴുതുക. ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് എളുപ്പമാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് ബി ഇവിടെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് ബൈ ടോട്ടൽ. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2. സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം ഉണ്ട്? 4. ഓക്കെ, 2/4, അതായത് 1/2. ഇനിയും പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ ഒരാളെ ഉള്ളൂ. സോ ഫേവറബിൾ ഒന്നേ ഉള്ളൂ. ടോട്ടൽ 4 ആയിരിക്കും. 1/4. പ്രോബബിലിറ്റി ഓഫ് അതിലും എൻ്റർ ആയോ? ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരായിരിക്കും? സിമ്പിൾ. ഇവിടുത്തെ ഫേവറബിൾ ആരേ ഉള്ളൂ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയായിരിക്കും? 4. അപ്പം ഇങ്ങനെയാണ് പ്രോബബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസുകൾ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. അതിനുശേഷം എയും ബിയും അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം. എയും ബിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി എയും ബിയും ഇവന്റുകൾ നമ്മൾ സെറ്റ് ഫോർമേഷനിൽ എഴുതുന്നു. അത് എഴുതാൻ റീസൺ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ പ്രോബബിലിറ്റി പറയുമ്പോൾ ഫേവറബിൾ ഇതിൽ നിന്ന് ആ എണ്ണം എടുക്കാൻ എളുപ്പം, അതുകൊണ്ട് എഴുതുന്നേ ഉള്ളൂ. തുടക്കത്തിൽ ഇങ്ങനെ എഴുതി പോയാൽ മതി. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഫേവറബിൾ കിട്ടും.
അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിയും എയും ബിയും എഴുതി കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇവിടെ അങ്ങ് കൊടുത്താൽ മതി നമ്മുടെ ഫോർമുലയില്. അപ്പം പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. 1/4 ഡിവൈഡഡ് ബൈ എന്താണ് പ്രോബിലിറ്റി ഓഫ് ബി എത്രയാണ് 1/2. നമുക്കത് എത്ര വരും? ഇതിപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 തന്നെ വരുവേ. സിമ്പിൾ അല്ലേ? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ മതി. 0.5 അല്ലെ 1/2. ഫ്രാക്ഷനോ ഡെസിമലോ ഒക്കെ എഴുതാം, കുഴപ്പമില്ല. ഫ്രാക്ഷൻ ആക്കി എഴുതിയാലും മതി. ഭയങ്കര ഷോർട്ടായിട്ട് എഴുതുന്നുണ്ട്, ഫ്രാക്ഷൻ വരെ എത്തിച്ചാലും മതി, കുഴപ്പമില്ല, അത്ര എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഒരു സെക്ഷൻ, അതായത് ഒരു പാർട്ട്. ഇത് എല്ലാവർക്കും കിട്ടിയിരുന്നോ? മനസ്സിലായോ? അതായത് കിട്ടാത്തവർക്ക് ഇത് മനസ്സിലായോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ പറഞ്ഞോ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. ഇവിടം തൊട്ട് ശരിക്കും ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. കാരണം ഇവിടം തൊട്ടാണ് ശരിക്കും ടോപ്പിക്ക് തുടങ്ങുന്നത്. അപ്പൊ ഈ കണ്ടീഷണൽ ഒക്കെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം കണ്ടീഷണൽ വേരിയൻസ് ഒക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ ഇവിടം തൊട്ട് എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എയും ബിയും ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്നാ പറയുന്നത്. സോറി, അറ്റ്ലീസ്റ്റ് 1 ഈസ് എ ഗേൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി എയും ബിയും ഇവിടെ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമുക്കൊരു സി കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഈസ് എ ഗേൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് സി എന്ന് വിളിക്കാം. സി എന്ന് പറയുന്ന ഇവന്റ് നമുക്ക്, അതായത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരെണ്ണമായാലും എന്തായിരിക്കണം, ഗേൾ ആയിരിക്കണം എന്നാണ്. അപ്പം മിനിമം ഒരെണ്ണം ഗേൾ ആയിട്ട് വരുന്ന അതായത് നമ്മുടെ സെറ്റിന്റെ അകത്തെ മെമ്പേഴ്സിനെ നോക്കാം. 2 ഗേൾസ് ആവും, പക്ഷെ ഒരെണ്ണം മസ്റ്റ് ആയിട്ട് വരണം. അവരാരൊക്കെയാ? ഇവരാണ് അല്ലേ? ബോയ് ഗേൾ, ഗേൾ ബോയ്, ഗേൾ ഗേൾ. അപ്പം മിനിമം ഒരെണ്ണം ഗേൾ ആയിട്ട് വരുന്ന മെമ്പേഴ്സിനെ നമ്മൾ സാമ്പിൾ സ്പേസിൽ നിന്ന് സെലക്ട് ചെയ്യുക. അവരെ നമ്മൾ സിയിലേക്ക് എഴുതുക, ഗേൾ ഗേൾ. ഓക്കെ. അപ്പം ഇനി പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് ഓൾറെഡി അറിയാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് ആർ ഗേൾസ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഇവന്റിന് മാറ്റമില്ല. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ സി ആണ്. സ്വാഭാവികമായിട്ടും ആരെയും കൂടി വേണം? എ ഇന്റർസെക്ഷൻ സിയും കൂടി വേണം. അപ്പൊ എ ഇന്റർസെക്ഷൻ സി ഈ കേസിലും എന്താണ്? ഈ ഒരാൾ തന്നെയാണ്. കാരണം ഇതൊരു സിംഗിൾ ടൺ സെറ്റ് ആയതുകൊണ്ടാണ്, ഒരൊറ്റ മെമ്പറെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഇന്റർസെക്ഷൻ എലമെന്റ് കോമൺ ആക്കി എഴുതാൻ പറ്റും. അപ്പം എന്താണ് ഇവിടെ നമുക്ക് ഇന്റർസെക്ഷൻ സി ഗേൾ ഗേൾ ആണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ എളുപ്പമാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി ബൈ പ്രോബബിലിറ്റി ഓഫ് സി. പ്രോബബിലിറ്റി ഓഫ് സി ഇവിടെ എത്ര വരും? ഇതിന്റെ ഇങ്ങോട്ട് എഴുതും. പ്രോബബിലിറ്റി ഓഫ് സി എത്ര വരും? 1, 2, 3. ഫേവറബിൾ എത്രയേ ഉള്ളൂ? 3. ടോട്ടല് നമുക്ക് 4 എണ്ണം ഉണ്ട്. ടോട്ടലൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാമ്പിൾ സൈസ് ഒക്കെ ഒത്തിരി ഗുണം ചെയ്യും. ഇവിടെ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചാണ് 1/4. ഇത് നമുക്കിപ്പോ ഇവിടെ വേണ്ട. അതായത് പിന്നെ ഇന്റർസെക്ഷൻ സി എത്രയാണ്? ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി എത്ര വരും? ഫേവറബിൾ 1 ഉള്ളൂ, ഡിവൈഡഡ് ബൈ 4. സോ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4 ഡിവൈഡഡ് ബൈ 3/4. സോ ഇത് നമുക്ക് 1/3 വരും. ഓക്കെ. ഇങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതില് ഈ നമുക്കിപ്പോ നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യൻസിലൊക്കെ, നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കുന്നതിലാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് വൺസ് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഈ കണ്ടീഷണൽ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്നാലും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ സെക്കൻഡ്, ഞാനിത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെ പിന്നെ ഭയങ്കര പാടായിരിക്കും നമുക്കിത് നോക്കി പോകാനായിട്ട്.
അതിപ്പോ വരും. സെക്കൻഡ്. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ കാണാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വലുതായിട്ട് കുഴപ്പമില്ല. എന്നാലും ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് the probability that a man buying a shirt is 0.2, that of buying a trouser is 0.3. The probability that he will buy a shirt given that he buy a trouser is 0.4. അപ്പം അത്രയത്തിന്റെ മീനിങ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. കണ്ടുപിടിക്കാനുള്ള അവിടെ നിൽക്കട്ടെ, തന്നിരിക്കുന്നതിന്റെ മീനിങ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വെച്ചാല്, ഒരു മാൻ എന്താണ്, നമുക്കിപ്പോ ഷർട്ടിന് ഞാനൊരു എളുപ്പത്തിന് വേണ്ടി എസ് എന്ന് നൊട്ടേറ്റ് ചെയ്യുവാണേ, ട്രൗസറിന് ഞാൻ ടി എന്ന് നൊട്ടേറ്റ് ചെയ്യാം. മാറിപ്പോരുത്, നമ്മൾ സാമ്പിൾ സ്പേസ് എസ് അല്ലേ നൊട്ടേറ്റ് ചെയ്യുന്നത്, ട്രൗസർ. ഓക്കെ, അപ്പം ഇനി നമ്മള് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഷർട്ട് എന്ന് പറയുന്നത്, മാൻ ഷർട്ട് മേടിക്കാനുള്ള പ്രോബിലിറ്റി 0.2 ആൻ തന്നിട്ടുണ്ട്. ട്രൗസറിന്റെ പ്രോബബിലിറ്റി, ട്രൗസർ വാങ്ങാനായിട്ടുള്ള 0.3. ഇനി അതുപോലെ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബൈ എ ഷർട്ട് ഗിവൺ ദാറ്റ് എന്താണ്, ഈ ബൈ എ ട്രൗസർ. അപ്പൊ ഇതൊരു കണ്ടീഷണൽ ആണ്. ബിക്കോസ് ഇതുണ്ട് ഗിവൺ ദാറ്റ്, ട്രൗസർ മേടിച്ചിട്ട് ഷർട്ട് മേടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി, അതാ ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് യെസ് ഗിവൺ ടി, അതെന്താണ് 0.4. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വെച്ചാല് ബോത്ത്, അതായത് ഷർട്ടും ട്രൗസറും ബോത്ത് രണ്ടും മേടിക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബൈ എ ട്രൗസർ ഗിവൺ. ഓക്കെ, സെക്കൻഡ് വൺ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് വൺ ഭയങ്കര ഡയറക്റ്റ് ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബൈ ബോത്ത് ഷർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോത്ത് എന്നുള്ള മീനിങ് എന്താണെന്നറിയോ? ബോത്ത് എന്തോ പറഞ്ഞു കേക്ക് രണ്ടുകൂടെ. അപ്പൊ നമ്മള് ഈ യൂണിയൻ ആണോ ഇന്റർസെക്ഷൻ ആണോ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഇന്റർസെക്ഷൻ ആണ്. അപ്പം നമ്മൾ പഠിച്ച ഓപ്പറേഷനിലെ ഇന്റർസെക്ഷൻ ആണ് അവിടെ വരുന്നത്. സോ എന്താണ് പ്രോബബിലിറ്റി ഓഫ് യെസ് ഇന്റർസെക്ഷൻ ടി, ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള കാര്യം നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ക്വസ്റ്റ്യൻ. കാരണം ഓൾറെഡി പ്രോബബിലിറ്റി ഓഫ് യെസ് ഗിവൺ ടി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് യെസ് ഇന്റർസെക്ഷൻ ടി ബൈ പ്രോബബിലിറ്റി ഓഫ് ടി ആണ്. സോ ആ കേസിൽ നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് പ്രോബബിലിറ്റി ഓഫ് എസ് ഇന്റർസെക്ഷൻ ടീനെ നമുക്ക് എഴുതാൻ സാധിക്കും. എസ് ഗിവൺ ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ടി. കണ്ടോ? അപ്പൊ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. കാരണം ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇടാം 0.4 ടൈംസ് 0.3. നമുക്ക് 0.12 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഫോർമുലയുടെ. നമുക്ക് ആ ഒരു ഫോർമുല പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി സെക്കൻഡ് പറയാൻ പറ്റുന്ന അറിയാം, പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ബൈ എ ട്രൗസർ ഗിവൺ ദാറ്റ് ഹി ബൈ എ ഷർട്ട്. ഷർട്ട് മേടിച്ചിട്ട് ട്രൗസർ മേടിക്കാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഓഫ് ടി ഗിവൺ എസ്. അപ്പം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ടി ഇന്റർസെക്ഷൻ എസ് ബൈ പ്രോബബിലിറ്റി ഓഫ് യെസ് അല്ലേ? ഈ എസ് ഇന്റർസെക്ഷൻ ടിയും ടി ഇന്റർസെക്ഷൻ എസും ഒക്കെ സെയിം അല്ലേ? ആണല്ലോ. ഇത് ടിയും ഇത് എസും ആണെങ്കിൽ ഇതാണല്ലോ ഇന്റർസെക്ഷൻ പാർട്ട്. ഇത് ടി ഇന്റർസെക്ഷൻ എസ് ആണേലും എസ് ഇന്റർസെക്ഷൻ ടി ആണേലും രണ്ടും സെയിം ആണ് അല്ലേ? അപ്പം ഈ പ്രോബബിലിറ്റിക്ക് വലിയ വ്യത്യാസം വരത്തില്ല ഇപ്പൊ കണ്ടുപിടിച്ച പ്രോബബിലിറ്റിക്ക്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? 0.12 ഡിവൈഡഡ് ബൈ 0.2. അത് ചെയ്ത് വരുമ്പോൾ നമ്മള് 12/20 തോന്നുന്നു. 0.6 അല്ലേ? 0.6.
അതെ. ഇപ്പൊ ഈ ഒരു സെക്കൻഡ് പ്രോബ്ലം ഭയങ്കര എളുപ്പമായിരുന്നു. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് ഫോർമുല അപ്രോച്ച് ആണ്. ഡൗട്ട് ഇല്ലല്ലോ? സോറി, ഒരു പ്രോബ്ലത്തിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അതായത് അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫെയർ ഡൈ ആണ്. ഫെയർ ഡൈ ട്വൈസ് ആയിട്ട് ടോസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ഒന്ന് പേസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ അത് പേസ്റ്റ് ആവുക. അതായത് fair die. Fair die is thrown twice. They denote the event that 4 has appeared at least once. We denote the event that sum of the outcome in 2 trial is 6. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഇത് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണോ? ഇങ്ങനെ ഫീൽ ചെയ്യുന്നു പെട്ടെന്ന്. ഞാനിത് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ഒരു പ്രോബ്ലം ആണ്. അത് എനിക്കൊന്ന് അതിന്റെ ഫോമാറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് ചിലപ്പോൾ ക്ലാസ്സിൽ ഇന്നലെ ഇല്ലാത്തവരും കാണുമല്ലോ. ഫെയർ ഡൈ 2 തവണ ടോസ് ചെയ്തു. നമ്മുടെ 2 ഹാൻഡിലും വെച്ചിട്ട് ഒരേപോലെ സൈമൾട്ടേനിയസ് ത്രോൺ ടൈസ് എന്ന് പറയുന്നതൊക്കെ ഒരേ മീനിങ് തന്നെയാണ്. ഒരുമിച്ച് ടോസ് ചെയ്തു. അപ്പോൾ വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഒന്നുകൂടെ പറയാൻ നേരം. അതായത് സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നതാണ് എളുപ്പം. അറിയാവുന്നവര് ഇത് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ അങ്ങനെ പോകുന്നത്. ഇപ്പൊ ഞാനിതെല്ലാം എഴുതുന്നില്ല തൽക്കാലത്തേന്. അത് തന്നെ 1 6 കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അപ്പൊ ഇതല്ല, ഇങ്ങനെ 36 എണ്ണം വരും. കാരണം 6 റോസും ഉണ്ട്, 6 കോളംസും ഉണ്ട് നമുക്ക്. സോ നമുക്ക് 36 എന്താണ് ഔട്ട്കംസ് കാണും. സോ അങ്ങനെ അതാണ് നമ്മുടെ. ഇപ്പൊ നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഉണ്ട് കേട്ടോ. സോ ഇത് 36 എണ്ണം ഉണ്ട്. സാമ്പിൾ സ്പേസിന് 36 എണ്ണം വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എ എന്ന് പറഞ്ഞ ഇവന്റ് അറ്റ്ലീസ്റ്റ് 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് ഒരു തവണയിലും മിനിമം 4 അപ്പിയർ ചെയ്യണം. അത് പോസിബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ 4ന്റെ കോളവും 4ന്റെ റോയിലെ 4 മിനിമം ഒരു തവണയോ മാക്സിമം 2 തവണ അപ്പിയർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഇത് മാത്രം എഴുതി പോയാൽ മതി. ഞാൻ ഇങ്ങോട്ട് സാമ്പിൾ സ്പേസ് എന്നും പറഞ്ഞ് അത് ഇങ്ങോട്ട് തന്നെ എഴുതാം. ഇവിടെ 1 4 ആണല്ലോ. 2 4 3 4 4 4 5 4 6 4. അതായത് ഒറ്റ തവണ ഇവിടെ എല്ലാം അപ്പിയർ ചെയ്യുന്നുള്ളൂ. ഇവിടെ മാത്രം 2 തവണ. 2 തവണയായാലും കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? 4 1 4 2 4 3 4 4 4 5. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഈ സാമ്പിൾ സ്പേസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് അല്ല, ഇതാണ് നമ്മുടെ ഇവന്റ് എ എന്ന് പറഞ്ഞ ഇവന്റ് ആണ് ഞാൻ ഈ ബ്ലാക്ക് കൊണ്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബി എന്ന് പറഞ്ഞ ഇവന്റ് നോക്കാം. ബി എന്ന് പറയുന്നത് ഡിനോട്ട് ദ ഇവന്റ് ദാറ്റ് ദ സം ഓഫ് ദ ഔട്ട്കംസ് ഇൻ 2 ട്രയൽസ് ഈസ് 6. അതായത് ഇതാണ് 2 ഔട്ട്കംസ്. അപ്പം അതിന്റെ സമ്മുകൾ എടുക്കുമ്പം 6 കിട്ടണം. അപ്പം ഇതുണ്ടോ 1 + 5. നമ്മളിപ്പോ ഫസ്റ്റ് റോ എഴുതുമ്പോൾ 1 + 5 6 ആണ്. ഇത് ഓൾറെഡി എഴുതുകൊണ്ട് 2 + 4 6 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ എൻട്രി ആയിരിക്കും 6 വരുന്നത്. നമുക്കത് നോക്കാം. 3,3 എവിടെ വരുന്ന എൻട്രി 6 ആണ്. 4 + 2 6 ആണ്. 5,1 6 ആണ്. നിങ്ങളിപ്പം നമ്മൾ വേറെ ഒക്കെ എഴുതി നോക്കിയോ, ഈ എൻട്രീസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് 6 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ യെല്ലോയിലും ഓക്കെ 4,2 ഉണ്ട് ഇവിടെ. അതുപോലെ ഇതും ഉണ്ട് കേട്ടോ, 2,4 ഉണ്ട്. ഈ യെല്ലോയില് ചെയ്തിരിക്കുന്നതാണ് ആര്, നമ്മുടെ ബി എന്ന് പറഞ്ഞ ഇവന്റ്. നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യന് റൈറ്റ് ഡൗൺ ദ സെറ്റ് ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഓഫ് ഇവന്റ്. ഇവന്റ് എ എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതുക. അതായത് ഇവിടെ ഞാൻ എഴുതിയില്ലേ 4 1 4 2 4 3
ഓക്കെ 4 4 4 5 4 6 ഓക്കെ ഇതേപോലെ നമ്മൾ 1 4 ഉണ്ട് 1 2 4 ഉണ്ട് 3 4 ഉണ്ട് 5 4 ഉണ്ട് 6 4 ഉണ്ട് ഓക്കെ ഇതാണ് ഇവന്റ് എ ഇതേപോലെ ബി എഴുതുക ബി എന്ന് പറയുന്നത് എത്രയുണ്ട് ഇതേപോലെ എഴുതിപ്പോയാൽ മതി ഇതിൻ്റെ അകത്ത് എല്ലോ കാണിച്ചേക്കുന്നതാണ് ഓക്കെ അതായത് 5 1 4 2 3 3 2 4 1 5 ഓക്കെ ഇനി ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു എന്നാലും ഇന്നലെ ഓക്കെ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാല് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി ആണ് സോ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇതിലും രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാണ് അതിവിടെ നോക്കിയാൽ മതി നമ്മൾ അവിടെ നോക്കുന്നതിൽ എളുപ്പം ഇവിടെ നോക്കുന്നതാണ് ഇതുണ്ട് ഈ 2 4 കോമൺ ആണ് ഓക്കെ അതേപോലെ വേറെ ആരാ കോമൺ ആയിട്ട് വരുന്നത് 4 2 കോമൺ ആണ് വേറെ ആരും കോമൺ ആയിട്ട് വരില്ല ഓക്കെ അപ്പം ഇന്റർസെക്ഷൻ ബി എഴുതി കഴിഞ്ഞാല് 2 4 4 2 സോ വൺസ് നമുക്ക് എന്താണ് ഇവന്റുകളുടെ എണ്ണം ഒക്കെ അറിയാമെങ്കിൽ നമുക്കിത് എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര വരും ഈ കേസില് 2/36 അതേപോലെ അടുത്തത് പ്രോബിലിറ്റി ഓഫ് ബി എത്ര വരും 5/36 ഓക്കെ 2/36 by 5/36 നമുക്ക് 36 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ 2/5 കിട്ടും ഓക്കെ നമ്മൾ ഈ എല്ലാം ഒന്നും എഴുതി പോകണമെന്നില്ല സാമ്പിൾ സ്പേസ് പറയുമ്പോൾ ഇതാണ് ആ ഒരു പ്രോബ്ലത്തിന്റെ ഐഡിയ ഓക്കെ ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഇനി നമുക്കുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ അതായത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റൽ 60% അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം സെക്കൻഡ് പേസ്റ്റ് ചെയ്യണം ഓക്കെ ആ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ കാണുമോ കണ്ടില്ലേ കാണാം എല്ലാവരുടെയും കൈ കിട്ടിയില്ലേ ക്വസ്റ്റ്യൻ കാണത്തില്ലേ ക്വസ്റ്റ്യൻ വലുതാക്കണോ വലുതാക്കി നോക്കാം ഓക്കെ ഇതാണ് ക്വസ്റ്റ്യനെ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി ഇൻ എ ഹോസ്റ്റൽ 60% ഓഫ് ദ സ്റ്റുഡന്റ് റീഡ് ഹിന്ദി ന്യൂസ് പേപ്പർ 40% റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ 20% റീഡ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എ സ്റ്റുഡന്റ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം അതവിടെ നിൽക്കട്ടെ കണ്ടുപിടിക്കേണ്ടതൊക്കെ നിൽക്കട്ടെ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ഗിവൺ ഇൻഫർമേഷനിൽ നമുക്ക് മനസ്സിലായി ഹിന്ദി ന്യൂസ് പേപ്പർ വായനയാണ് പ്രോബ്ലം ഹിന്ദി ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് പിന്നെ 2 എണ്ണം ഉണ്ട് സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളിപ്പം 2 ഇവന്റ് ആണ് ഉള്ളത് ഹിന്ദി വായിക്കുന്നവര് ഇംഗ്ലീഷ് വായിക്കുന്നവര് ഞാൻ എ ഹിന്ദി വായിക്കുന്നവരാക്കി ബി ഇംഗ്ലീഷ് വായിക്കുന്നവരാക്കി എടുത്തേക്കും അപ്പം എയില് അതായത് ഇപ്പം നമ്മളിപ്പം ഓൾറെഡി ഇവിടെ ഒരു ശതമാനത്തിലാണല്ലോ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി എഴുതാൻ നമുക്ക് പ്രത്യേകിച്ച് പാടില്ല ഈ 60% ഹിന്ദി വായിക്കുന്നു എന്ന് പറഞ്ഞാല് 160 പേരെന്നുള്ള മീനിങ് ആണ് അതുകൊണ്ട് തന്നെ അത് ഈ പ്രോബബിലിറ്റി ടേംസിലേക്ക് വരുമ്പോഴത്തേനും അത് എത്രയാവും 160 എന്നുള്ളത് 0.6 ആവും ഓക്കെ അതായത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഹു റീഡ് ഹിന്ദി ന്യൂസ് പേപ്പർ 60/100 ആണ് 100 പേരില് 60 പേര് വായിക്കുന്നു എന്നാണ് ഇതിന്റെ മീനിങ് സോ ഇങ്ങനെ തന്നെ എഴുതി പോകാം അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 0.6 എന്നും എഴുതാം വൺസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പർ വായിക്കുന്ന കുട്ടികളുടെ എണ്ണം പ്രോബിലിറ്റി ഓഫ് ബി 40%, അതായത്
100 പേരില് 40 പേര് വായിക്കും. സോറി, 100 പേരിൽ അതന്നെ 40 പേര് വായിക്കും. അപ്പൊ 0.4. ഇനി നമുക്ക് തന്നിരിക്കുന്ന വെച്ചാല് പ്രോബബിലിറ്റി ഓഫ്, കണ്ടോ, ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ബോത്ത് എന്ന് പറഞ്ഞാല് അവിടെ അത് മീൻ ചെയ്യുന്ന എന്താണ്? ഇന്റർസെക്ഷൻ. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 20. 100-ല് 20 പേര് എന്താണ് രണ്ടും വായിക്കുന്നവരാണ്. അതായത് 0.2 പ്രോബിലിറ്റിയിൽ പറയുമ്പോൾ നമുക്ക് 0.2 എന്നുണ്ട്. 20/100 പ്രോബിലിറ്റി തന്നെയാണ്. 0.2 ഡെസിമൽ വേലിക്ക് വരുമ്പോഴത്തേക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റിനെ റാൻഡം ആയിട്ട് അവര് ആ ഒരു അതായത് 100 പേരിൽ നിന്ന് ഒരു കുട്ടീനെ അവരെടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് നൈദർ ഹിന്ദി നോർ ഇംഗ്ലീഷ്. ഓക്കെ, നൈദർ ഹിന്ദി എന്ന് വെച്ചാൽ നമ്മളിത് ലിറ്ററലി നമുക്ക് മീനിങ് അറിയാതിരിക്കാം. നോർ ഇംഗ്ലീഷ്, അതായത് രണ്ടും വായിക്കാത്തവരെന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലെ. ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാത്തവര്, അതായത് ഹിന്ദി വായിക്കുന്നവരെ നമ്മൾ എ എന്നാണ് പറഞ്ഞത്. എ ഇവിടെ എഴുതണം ഒന്നുകൂടെ. എ എന്ന് പറഞ്ഞാൽ ഹിന്ദി വായിക്കുന്നവര്, ബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിക്കുന്നവര്. അപ്പം ഈ ഹിന്ദി വായിക്കാത്തവരെന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പറയണം? എ കോംപ്ലിമെന്റ്. മനസ്സിലായി? നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ഓപ്പറേഷൻസിന്റെ അകത്ത്. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവരാരാണ്? ഇങ്ങനൊക്കെ ആരോ ഇടുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആകും അല്ലെ. ഇത് റീഡ് ഹിന്ദി, നോട്ട് റീഡ് ഹിന്ദി. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അതുപോലെ റീഡ് ഇംഗ്ലീഷ് ബി ആണ്. നോട്ട്, നോട്ട് എന്നുള്ള എന്താണ്? നോട്ട് റീഡ് എന്നുള്ളത് ബി കോംപ്ലിമെന്റ്. ഇത് രണ്ടും, അതായത് ഹിന്ദിയും അതെ ഹിന്ദിയും വായിക്കത്തില്ല, ഇംഗ്ലീഷും വായിക്കത്തില്ല, രണ്ടും വായിക്കാത്തവരെന്നുള്ള മീനിങ് ആണ്. അതാണ് നൈദർ നോ. സോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? നൈദർ, അതന്നെ, നൈദർ ഹിന്ദി നോർ ഇംഗ്ലീഷ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് ഇത് ചിലപ്പോൾ ചിലവർക്ക് നമ്മളത് പറഞ്ഞ് ഇവിടെ ഒരു ലോ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആ ലോയിന്റെ പേരാണ് ഡിമോർഗൻസ് ലോ. അപ്പം ഇത് ഞാൻ ഇന്നലെ എനിക്കൊന്ന് വിട്ടുപോയായിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചിലർക്ക് കിട്ടിക്കാണാൻ വഴിയില്ല. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേട്ടോ. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി. ഈ ലോ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, ഒരു ഓപ്പറേഷൻ ആണിത്. അതായത് നമ്മളിപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഇവന്റ് നമുക്കറിയാം. ആ ഇവന്റിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി. അതായത് നമ്മൾ ഈ ഓപ്പറേഷന്റെ ടേംസിൽ പറയുമ്പോൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ലോ ഉണ്ട്. നമുക്കിത് വേറൊരു രീതിയിലും പറയാം. എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അപ്പം തിരിച്ചു വരും എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. യൂണിയനും ഇന്റർസെക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇത് ഓപ്പറേഷൻസിന്റെ രീതി പറയുമ്പോൾ ഇങ്ങനെ പ്രോബബിലിറ്റി വരുമ്പത്തേനും എന്താണ് പ്രോബബിലിറ്റിയിൽ നമ്മൾ എഴുതി വെച്ചാൽ മതി. അതായത് ഇവിടെ ഒരു പി ഇടുക, ഇവിടെ ഒരു മൊത്തത്തിൽ പി ഇടുക. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഡിമോർഗൻസ് ലോ. അപ്പം അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അപ്പൊ നമുക്ക് എ പ്രോബബിലിറ്റി ഓഫ് എ അറിയാം 0.6, പ്രോബബിലിറ്റി ഓഫ് ബി അറിയാം 0.4, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അറിയാം 0.2. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? അതായത് ഇന്നലെ ഞാൻ ഓപ്പറേഷൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിസൾട്ട്, ഇങ്ങോട്ട് തന്നെ എഴുതാം. അതായത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്, അതായത് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്, അല്ലെ, എ കോംപ്ലിമെന്റ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എപ്പോഴും 1 ആണ്.
സോ ഇതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ. ഓക്കെ, അതായത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഈ ഡിമോർഗൻസ് പറഞ്ഞില്ലായിരുന്നു. അത് അപ്ലൈ ചെയ്യേണ്ടി വരില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലോ നമ്മൾ ഇന്ന് പുതിയതായിട്ട് നമ്മൾ കണ്ട ഒരു ലോ ആണ് ഈ റെഡിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഇതൊന്ന് ഈ ലോ വെച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഇവിടെ എക്ക് പകരം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അതിനെ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എന്താണ് എ യൂണിയൻ ബി എന്ന് എഴുതാം, അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. പക്ഷെ നമ്മള് പ്രോബിലിറ്റി ഓഫ് എ, ഇതാണ് എന്താണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമുല. അപ്പം വൺസ് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിത് ഓരോന്നും നോക്കാം. 0.6 പ്ലസ് 0.4 മൈനസ് 0.2. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 0.8 വരും, അല്ലേ? 0.2 0.8. ഇനി പ്രോബബിലിറ്റി ഓഫ് നമ്മളോട് ആക്ച്വൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കോംപ്ലിമെന്റ്, അല്ലേ? 1 മൈനസ് 0.8. അത് എത്ര വരും? 1 മൈനസ് 0.8 0.2. ഓക്കെ, ഇനി നമുക്ക് സുഖമായിട്ട് ബാക്കി ഇതെന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ നമുക്ക് എന്താണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈസ് 0.2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലാവാഴിക ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യനില്? ഓക്കെ ആണോ? ഓക്കെ. ആൻസർ 0.8 ആണോ? എന്തോ? ആൻസർ 0.8 ആണോ വരുന്നത്? 1 മൈനസ് 0.2 1 മൈനസ് 0.2 0.8 ആണോ? 0.8. അല്ല, ഇവിടെ 0.8. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോർമുല നമുക്കിന്ന് പുതിയതായിട്ട് പഠിച്ചത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ എല്ലാവരും. ഡിമോർഗൻസ് ലോ എന്നാണ് ഇതിന് പറയുന്നത്. ലോ ഓർത്തില്ലേലും ഈ ഓപ്പറേഷനും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. ഓക്കെ, അതായത് അത് എന്ത് പ്രോബബിലിറ്റി എന്ന് കണ്ടപ്പോഴേ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. അതായത് ആദ്യം ഹിന്ദി ന്യൂസ് പേപ്പർ വായിച്ചതിന് ശേഷം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ പ്രോബബിലിറ്റി വായിക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഹിന്ദി നമ്മൾ എ, ഇംഗ്ലീഷ് നമ്പർ നമ്മൾ ബി ആക്കി എടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്ന എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ. ഈ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എന്തോ? പ്രോബബിലിറ്റി ഓഫ് എ ആണ്. എന്തെങ്കിലും പറയുന്നുണ്ടോ ആരെങ്കിലും? പറഞ്ഞോ. പറയുന്നുണ്ടോ? ഞാന്ന് പറഞ്ഞ പറയുന്നുണ്ടോ അതോ? ഓക്കെ. സോ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.2 ബൈ പ്രോബിലിറ്റി ഓഫ് എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്, അല്ല ഓൾറെഡി ഗിവൺ ആണ് 0.6
6 എന്നുള്ളത്. സോ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. അതായത് 1/3 വരും. 0.33 എന്നായിരിക്കണം വരുന്നത്. 1/3 ആണ്. നമുക്ക് ഫ്രാക്ഷനി ഡൗട്ട് ഉണ്ട്. 1/3 0.33 തന്നെ 1/3. ഓക്കെ, ഫ്രാക്ഷണൽ എഴുതിയാലും മതി. പ്രോബിലിറ്റി ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വായിച്ചത് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്താണ്? ഇഫ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, പ്രോബിലിറ്റി ദാറ്റ് ഹിന്ദി ന്യൂസ് പേപ്പർ. അതായത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഹിന്ദി ന്യൂസ് പേപ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബിലിറ്റി. അതെത്ര വരും? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. വളരെ എളുപ്പമാണ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി. എ എന്ന് പറയുന്നത് ഇത് 0.2 ആണ്, ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മറ്റേത് 0.4 ആണ്. ഇത് എനിക്ക് 1/2 ആണ് വരുന്നത്. 1/2 0.5 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു, അതായത് ഇനി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്, അതായത് ഞാൻ തന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. അതും ഞാനൊന്ന് പേസ്റ്റ് ചെയ്യാം, അല്ലെ പിന്നെ ഒരു 1 ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. 1 shot is fired from each of the 3 guns. അത് തന്നെ. ഇത് പേസ്റ്റ് ചെയ്യുവാണ്, പിന്നെ നമുക്കത് അത് ഞാൻ വായിക്കാം. പേസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഇത് വായിക്കാം. 1 shot is fired from each of 3 guns, E1, E2, E3. E1, E2, E3 denotes the events that the target is hit by first, second, and third gun respectively. Probability of E1 and probability of E2. Okay, paste. കണ്ടു വായിക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. 1 shot is fired from each of 3 guns, E1, E2, E3. Denotes the events that the target is hit by the first, second, and third gun respectively. അപ്പൊ E1 എന്ന് പറയുന്ന ആരാണ്? ടാർജറ്റ് ഹിറ്റ് ബൈ ദ ഫസ്റ്റ് ഗൺ. E2 ടാർജറ്റ് ഹിറ്റ് ബൈ ദ സെക്കൻഡ് ഗൺ. E3 ടാർജറ്റ് ഹിറ്റ് ബൈ ദ തേർഡ് ഗൺ. ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് അത്രയും മനസ്സിലായി. പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് E1 0.5, പ്രോബബിലിറ്റി ഓഫ് E2 0.6, പ്രോബബിലിറ്റി ഓഫ് E3 0.8. ആൻഡ് E1, E2, E3 ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡിപെൻഡന്റ് പറഞ്ഞിരുന്നു അല്ലേ? ഒരു ഇവന്റിന്റെ ഒക്കറൻസ് മറ്റ് ഇവന്റിനെ അഫക്ട് ചെയ്യത്തില്ല. അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. സോ E1, E2, E3 ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 ഹിറ്റ് ഈസ് രജിസ്റ്റേർഡ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഹിറ്റ്സ് ആർ രജിസ്റ്റേർഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെ ഓക്കെ, ഇവിടെ നമ്മള് ഞാൻ 2 ഇവന്റിന്റെ ഇൻഡിപെൻഡൻസ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 2 ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരുന്നു എവിടെ ഇരിക്കട്ടെ, 2 ഇവന്റുകൾ സേ E1 ആൻഡ് E2. അപ്പം ഇത് നമ്മൾ പഠിച്ച E1, E2 ഇവിടെ പറയണ്ടേ? ഇവിടെ E1, E2 എഴുതിയിട്ടുള്ള ഡൗട്ട് വരും. ജനറലി പറയുന്നതാണ് ഇത്. 2 ഇവന്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് ബി അല്ലെ? 3 ഇവന്റുകൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് സി. അപ്പൊ എത്ര n ഇവന്റ്സുകൾ വന്നാലും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് പോവുക ഓരോ ഇവന്റിന്റെ പ്രോബബിലിറ്റീസിനെ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 3 ഇവന്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഈ പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് E1, പ്രോബബിലിറ്റി ഓഫ് E2, പ്രോബബിലിറ്റി ഓഫ് E3 തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 1 ഹിറ്റ് ഈസ് രജിസ്റ്റേർഡ് അല്ലെ? അതായത് 1 ഹിറ്റ് മാത്രമേ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അതായത് നമുക്ക് എന്താണ് 3 ഗണ്ണുണ്ട്. ആ 3 ഗണ്ണിനും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. അപ്പം ഒരു ഇവന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇ എന്ന് പറയുന്നതോ എയോ ഇയോ കൊടുക്കാം. ഞാനിവിടെ എ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇ കൊടുക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 ഹിറ്റ് അല്ലെ? എക്സാക്ട്ലി 1 ഹിറ്റ് ഈസ് രജിസ്റ്റേർഡ്. അതാണ് മീൻ ചെയ്യുന്നത്. അപ്പം സപ്പോസ്
നമുക്കിവിടെ 3 ഇവന്റുകൾ E1, E2, E3 ആണെങ്കിൽ E1 ഹിറ്റ് ചെയ്യുവാണെങ്കിൽ E2ഉം E3യും ഹിറ്റ് ചെയ്യില്ല, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? E1 ഹിറ്റ് ചെയ്ത്, കാരണം എക്സാക്ട്ലി 1 ഹിറ്റ് ആണ്. E1 മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. therefore E2 സംഭവിക്കില്ല, E3 സംഭവിക്കില്ല. പ്ലസ് അതൊരു എന്താണ്, അതൊരു പോസിബിലിറ്റി. സപ്പോസ് E2 ആണ് ഹിറ്റ് ചെയ്യുന്നെങ്കിൽ E1 ഹിറ്റ് ചെയ്യില്ല, E3 ഹിറ്റ് ചെയ്യില്ല. ഇതേപോലെ E3 ആണ് ഹിറ്റ് ചെയ്യുന്നത്, അതായത് E3 എന്ന് പറഞ്ഞാൽ തേർഡ് ഗൺ ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് E3 ആണ് വരുന്നതെങ്കിൽ E2 സംഭവിക്കില്ല, E1 സംഭവിക്കില്ല. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. അതായത് ഈ 3 പോസിബിലിറ്റീസും വരും. കാരണം അന്നെങ്കിൽ ഒറ്റ ഹിറ്റ്, എക്സാക്ട്ലി 1 ഹിറ്റ് അവിടെ കൊള്ളാൻ പാടുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ E1, അല്ലെങ്കിൽ E2, അല്ലെങ്കിൽ E3. അവർ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ. അപ്പം ഇതാണ് ആക്ച്വലി ഈ മീൻ ചെയ്യുന്നത്. നമ്മള് മാത്തമാറ്റിക്കലി ലിറ്ററലി പറയുമ്പോൾ എക്സാക്ട്ലി 1 ഹിറ്റ് ഈസ് രജിസ്റ്റർഡ്. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുവാണ് ഇങ്ങനെ വരും. ഇതിന്റെ അതായത് ഈ പോസിബിലിറ്റീസ് ആഡ് ചെയ്ത് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് E1, പ്രോബബിലിറ്റി ഓഫ് അവിടെ 1 മൈനസ് E2 വരും അല്ലേ? കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതെ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E2 എന്ന് എഴുതിയാൽ മതി, അല്ലെ പ്രോബിലിറ്റി ഓഫ് E2 കോംപ്ലിമെന്റ് എന്ന് എഴുതിപ്പോക്കോ. മനസ്സിലാവുന്നവരെ, നമ്മൾ ഇന്നലെ കോംപ്ലിമെന്റ് പഠിച്ചായിരുന്നല്ലോ. അപ്പം ഈ പ്രോബിലിറ്റി ഓഫ് ഈ കോംപ്ലിമെന്റ്, പ്രോബിലിറ്റി ഓഫ് E2 കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E2 ആണ്. ഓക്കെ. ഇതേപോലെ ഇവിടെ ഇങ്ങനെ തന്നെ പ്രോബിലിറ്റിയിൽ അങ്ങ് എഴുതിപ്പോയാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഇന്റർസെക്ഷൻ ആട്ടോ. ഇങ്ങനെ ഒരുമിച്ച് എഴുതുന്നതിന് ഇന്റർസെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇത് പ്രോബിലിറ്റി ഓഫ് E2 കോംപ്ലിമെന്റ്, സോറി, ഇവിടെ E1 കോംപ്ലിമെന്റ്, പ്രോബിലിറ്റി ഓഫ് E3 കോംപ്ലിമെന്റ്, പ്ലസ് പ്രോബിലിറ്റി ഓഫ് E1 കോംപ്ലിമെന്റ്, പ്രോബിലിറ്റി ഓഫ് E2 കോംപ്ലിമെന്റ്, പ്രോബിലിറ്റി ഓഫ് E3. അപ്പം പ്രോബിലിറ്റി ഓഫ് E1 0.5 ആണ്, അല്ലേ? സോ പ്രോബിലിറ്റി ഓഫ് E1 കോംപ്ലിമെന്റ് എന്താണ്? 0.5 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. പ്രോബിലിറ്റി ഓഫ് E1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് E1 കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ. പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് 0.6 ആണ്. സോ പ്രോബിലിറ്റി ഓഫ് E2 കോംപ്ലിമെന്റ് എന്താണ്? ഫോർമുല ഒന്നുകൂടെ വേണം എഴുതാം. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E2. സോ അതെങ്ങനെ വരും? 1 മൈനസ് 0.6 വിച്ച് ഇസ് 0.4. ഇനി പ്രോബിലിറ്റി ഓഫ് E3 നമുക്ക് ഓൾറെഡി 0.8 തന്നിട്ടുണ്ട്. therefore പ്രോബിലിറ്റി ഓഫ് E3 കോംപ്ലിമെന്റ് എന്താണ്? 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് E3. സോ ദാറ്റ് ഈസ് 1 മൈനസ് 0.8, ദാറ്റ് ഈസ് 0.2. ആഡ് ചെയ്യുമ്പോൾ 1 വന്നിരിക്കണം. E1 കോംപ്ലിമെന്റും E2 കോംപ്ലിമെന്റുകൾ ആഡ് ചെയ്യുമ്പോൾ 1 വരണം. E3 കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ 1 വരണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിന്റെ ആൻസർ, അതായത് ഇത് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു പ്രോബിലിറ്റി ഓഫ് E1 ഇത് 0.5 ഇൻറ്റു 0.4 ഇൻറ്റു 0.2. ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. 0.5 ഇൻറ്റു 0.6 ഇൻറ്റു 0.2 പ്ലസ് 0.5 ഇൻറ്റു 0.4 ഇൻറ്റു എത്ര വരും? ഇത് 0.8. ഇവിടെ ഇടയില്ലാത്തതുകൊണ്ട് 0.8. ഇത് 0.8 ആട്ടോ, 0.8. സോ ഇവിടെ നമുക്ക് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 5 4 are 20. എനിക്ക് തോന്നുന്നു 40/3 പോയിന്റ്സ് അല്ലേ? 1000 പ്ലസ് 30 60/1000 പ്ലസ് ഇത് എത്ര വരും? 20 ഇൻറ്റു 8 160/1000. ഓക്കെ, ഇങ്ങനെ വരും. നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. അത് 260/1000
1000 വരും, 100 അല്ലെ, 0.26. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച 5 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. നമ്മൾ ഈ പറഞ്ഞ അത്രയും കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലത്തില്. ലാസ്റ്റ് പറഞ്ഞതിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ലേ? അറ്റ്ലീസ്റ്റ് 2 hits are registered. ഓക്കെ ഓക്കെ, ഞാൻ വിട്ടുപോയായിരുന്നു. ഓക്കെ, അത് വിട്ടുപോയിരുന്നു. ഓക്കെ ഓക്കെ, അത് പറയാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 ഹിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചിന്തിക്കാം? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മിനിമം 2, മാക്സിമം 3 വരും. അതാ അതിന്റെ മീനിങ്. അപ്പം അതെങ്ങനെ വരുമായിരിക്കും അതിന്റെ ആ കോമ്പിനേഷൻ? പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം ഞാനിപ്പോ ഞാൻ ആദ്യം ഇ കൊടുത്തോണ്ട് ഇപ്പൊ എഫ് എടുക്കാം. ഓക്കെ, എഫ് എന്ന് പറഞ്ഞ ഇവന്റ് എങ്ങനെ വരും? അതായത് മിനിമം 2 ഹിറ്റ്, മാക്സിമം 3 വരാം. അപ്പം 2ന്റെ പോസിബിലിറ്റീസ് എഴുതുക. 3 വരുന്ന ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. അതായത് 3 വരാം, E1ഉം E2ഉം E3യും ഒരുമിച്ച് സംഭവിക്കാം. ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് 2 മാത്രമേ എഴുതാവുള്ളൂ. അതായത് E1, E2, E3 പറ്റില്ല, E3 വരത്തില്ല. അടുത്ത എന്താണ്? E1, നമ്മളിപ്പോ E1, ഓക്കെ, E1 പറ്റത്തില്ല, E2, E3. ഓക്കെ, E2 പറ്റത്തില്ല അല്ലെ? E2 പറ്റത്തില്ല, E1, E3 ഇത്രേ വരുള്ളൂ. E1, E2, E2, E3, E1, E3. മനസ്സിലായോ? എഫ് എന്ന് പറഞ്ഞ ഇവന്റ് ഇത് ബി പാർട്ടാണേ. അതായത് നമ്മുടെ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് 2 ഹിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും മീൻ ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് 2 ഹിറ്റ് എന്ന് പറഞ്ഞാല് 2 ഹിറ്റെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതലും. അപ്പൊ നമുക്കിവിടെ 3 അല്ലേ ഉള്ളൂ, 3 ഗണ്ണല്ലേ ഉള്ളൂ. അപ്പൊ മാക്സിമം 3 ഹിറ്റേ വരുള്ളൂ. അപ്പൊ അവിടത്തെ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്ന വെച്ചാല് മിനിമം 2 ആയിരിക്കണം, മാക്സിമം എത്ര വേണേലും ആകാം. അപ്പം അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ മാക്സിമം 3 വരുള്ളൂ. ഈ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യനിൽ മിനിമം 2 ആയിരിക്കണം. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത് എന്താണ്? 2 ഹിറ്റോ അതിൽ കൂടുതലോ സംഭവിക്കാം. അപ്പൊ എങ്ങനെയാണ് 2 ഹിറ്റുകൾ എന്ന് പറയുന്നത്? എന്താണ്? E1, E2 ഹിറ്റ് അതായത് ഹിറ്റ് രജിസ്റ്റേർഡ് ആവുന്നുണ്ട്. E1ഉം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, E2ഉം ഹിറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ E3 സംഭവിക്കില്ല. ഇതേപോലെ E1 സംഭവിക്കില്ല, E2 അതായത് സെക്കൻഡ് ഗൺ ഷോർട്ട് ആവുന്നുണ്ട്, തേർഡ് ഗണ്ണും ടാർജറ്റഡ് ആവുന്നുണ്ട്, തേർഡ് ഗണ്ണും രജിസ്റ്റേർഡ് ആവുന്നുണ്ട്, ടാർജറ്റ് രജിസ്റ്റർ ആവുന്നുണ്ട്. E2, E3 സംഭവിക്കുന്നുണ്ട്, E1 സംഭവിക്കത്തില്ല. അത് അടുത്ത പോസിബിലിറ്റി. ഇനി ഇതേപോലെ എന്താണ്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് E1, E2 ഫസ്റ്റ് ഗണ്ണും സെക്കൻഡ് ഗണ്ണും ടാർജറ്റിൽ വന്ന് ഷൂട്ട് ചെയ്യപ്പെടും, E3 രജിസ്റ്റർ ആവത്തില്ലെന്നാ പറഞ്ഞത്. അടുത്തതെന്ന് പറഞ്ഞാല് ഞാൻ അടുത്ത വേണമെങ്കിൽ E1 രജിസ്റ്റർ ആവുന്നില്ല, അതേസമയം E2, E3 രജിസ്റ്റർ ആവും. കാരണം 2 എണ്ണമാണ്, മിനിമം 2 ആണ്. അപ്പൊ 2 ഓക്കെ ആണ്. ഇനി ഇതേപോലെ എന്ന് പറഞ്ഞാല് E2 സംഭവിക്കില്ല, അതേസമയം E1ഉം ഫസ്റ്റ് ഗണ്ണും തേർഡ് ഗണ്ണും രജിസ്റ്റർ ആവുന്നുണ്ട്. ഓക്കെ, ഇത് മിനിമം 2 എന്നുള്ളത്. മാക്സിമം നമുക്ക് 3 ഗണ്ണേ ഉള്ളൂ. സോ 3ഉം ടാർജറ്റിൽ തന്നെ രജിസ്റ്റർ ആവുന്നുണ്ടെന്നാണ്. ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ ടാർജറ്റിൽ തന്നെ രജിസ്റ്റർ ആവുന്നുണ്ടെന്നാണ് മീനിങ്. അതായത് E1ഉം ടാർജറ്റ് രജിസ്റ്റർ ആവുന്നുണ്ട്, E2ഉം ടാർജറ്റിൽ രജിസ്റ്റർ ആവുന്നുണ്ട്, E3ഉം ടാർജറ്റിൽ രജിസ്റ്റർ ആവുന്നുണ്ട്. 4 പോസിബിലിറ്റീസ് വരും. ഒന്നുകൂടെ പറയണോ പോസിബിലിറ്റീസ്? മനസ്സിലായി. അപ്പം വൺസ് പോസിബിലിറ്റീസ് എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എന്താണ് പ്രോബബിലിറ്റീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലേ? കാരണം ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്.
സോ ഇതിനെല്ലാം പ്രോബബിലിറ്റീസ് ഇട്ടങ്ങ് പോയാൽ മതി. ഓക്കെ, പ്രോബബിലിറ്റീസ് ഇങ്ങനെ ഇട്ട് പോയാൽ മതി. ഇതിന്റെ ഇത് കാൽക്കുലേഷൻ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെന്ന് വെച്ചാല് ഇപ്പൊ പല പേജിൽ കിടക്കുന്നോണ്ട് ഇതിന്റെ പ്രോബബിലിറ്റി ഒക്കെ മറന്നു പോകും. അതാണ് പ്രശ്നം. പ്രോബിലിറ്റി ഓഫ് ഈവൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 0.4 ആണല്ലേ, മറന്നുപോയി. 0.5, 0.6, 0.8. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.6 ഇൻറ്റു 0.8 അല്ലേ? അതെ. അടുത്തത് നമുക്ക് ഇവിടെ തന്നെ പ്ലസ് ഇടാം. ഞാൻ ഇവിടെ കുറെ എഴുതിയത് കൊണ്ടേ. ഇതെന്ന് പറഞ്ഞാല് 0.5 ഇൻറ്റു 0.6 ഇൻറ്റു 0.2. ഇത് കോംപ്ലിമെന്റ് വരുന്നിടത്ത് വേറെ എന്തെങ്കിലും കളർ കൊണ്ട് ഇടണോ? ഇവിടെ ഇതാണ് കോംപ്ലിമെന്റ്, ഇവിടെ ഇതാണ് കോംപ്ലിമെന്റ്, ഇവിടെ ഇതാണ് കോംപ്ലിമെന്റ്. ഓക്കെ, അടുത്തത് 0.5 ഇൻറ്റു 0.6 ഇൻറ്റു 0.8 പ്ലസ് 0.5 ഇൻറ്റു 0.4 ഇൻറ്റു 0.3. നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരും. അത് എത്രയാണ്? 240/1000 പ്ലസ് ഇത് 30 പ്ലസ് 60/1000 പ്ലസ് ഇതും 240 അല്ലെ? 240/1000 പ്ലസ് ഇതും 5 4s are 20, 60 അല്ലെ? 60 5 4s are 20. ഇത് 0.2 അല്ലേ? അല്ല, ഇത് 0.8 അല്ലേ? ഓക്കെ, 5 4s are 20. ഇത് 160 വരും അല്ലെ? 160/1000. ഓക്കെ, അപ്പൊ ഇനിയും ഇത് വാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. വാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് 480 പ്ലസ് 60 പ്ലസ് 160 ചെയ്ത് 480 പ്ലസ് 60 പ്ലസ് 160 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 12. ഇത് അതായത് 700 വരും. 700/1000 വരും. 700/1000 ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 0.7 വരും ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? മിസ്സേ ഫൈനൽ ആൻസർ ഒന്ന് കാണിക്കാവൂ? ഓക്കെ ഓക്കെ, ഞാൻ ജാംബോർഡ് ഷെയർ ചെയ്യണോ? ഈ എഴുതുന്ന ഷീറ്റ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റൂ ഇവിടെ. നമ്മള് ഒരു സെക്കൻഡ്, ലാസ്റ്റ് എഴുതിയ ഇത് 0.7 ഓക്കെ ആണോ? അല്ല, അതിന് മുന്നേ. അതിന് മുന്നേ ഓക്കെ. ഈ പ്രോബബിലിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അതിന് പല പോസിബിലിറ്റീസ് കാണും. പോസിബിലിറ്റീസിനെ നമ്മൾ ആഡപ്പ് ചെയ്യണം. ആഡ് ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, ഇപ്പം 0.5 ഇൻറ്റു 0.6 അപ്പം 240/1000 അങ്ങനെ നമ്മൾ എഴുതരുത്. പോസിബിലിറ്റീസ് ഉണ്ടതിനെ ആഡ് ചെയ്ത് പോകണം, എന്നാലേ പ്രോബബിലിറ്റി എന്ന് വരുള്ളൂ. പ്രോബബിലിറ്റി എന്നുള്ള അതാണ് ചാൻസസ് എല്ലാം നോക്കിയിട്ട് വരാവുന്നതിന്റെ ഏതൊക്കെ രീതികളിൽ ഒക്കെ ചെയ്യാന്നുള്ളതാണ് പ്രോബബിലിറ്റി. അതാണ് പ്രോബബിലിറ്റിയുടെ കണ്ടീഷണലി എന്നുള്ളത്. ഇനിയിപ്പം അതിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ സത്യം പറഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യാനിരുന്നെന്ന് വെച്ചാല് കണ്ടീഷണലിന്റെ പ്രോപ്പർട്ടീസും പിന്നെ ബേസ് ഇപ്പൊ എന്തായാലും എടുക്കാൻ പറ്റില്ല. കണ്ടീഷണലിന്റെ പ്രോപ്പർട്ടീസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, സമയം കുറച്ചുണ്ട്. അല്ല, ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ
ഡൗട്ട്സ് ഉണ്ടോ? ഇനിയും ക്വസ്റ്റ്യൻസ് വേണോ തന്നെ ചെയ്യാനായിട്ട്? ആരെങ്കിലും പറയുവോ? മതി മിസ്, ഇനിയും ടെക്സ്റ്റ് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. എന്തോ? അല്ല മതി മിസ്, ഇനിയും ടെക്സ്റ്റ് വെച്ച് പോയാൽ മതി. ഓക്കെ. ഇനിയും നമുക്കിനിയും കണ്ടീഷണൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടീഷണലിന്റെ പ്രോപ്പർട്ടി മുതൽ ബേസ് തിയറം അങ്ങനെയാണ് ഇനി ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ മുതൽ നമ്മൾ എന്താണ് പ്രോപ്പർട്ടീസ് തുടങ്ങി. നാളെയല്ല, ഇനി വെള്ളിയാഴ്ച ആയിരിക്കും ക്ലാസ്. വെള്ളിയാഴ്ച നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബേസ് തിയറത്തിലേക്ക് പോയിട്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ വെച്ചിരുന്നാണല്ലോ, ഞാൻ എന്തായാലും കാണിക്കാമെന്ന്. ഈ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഒറ്റ സെക്കൻഡ്. ഈ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും. കണ്ടീഷണൽ അല്ല, അതിന്റെ പ്രോപ്പർട്ടീസ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം നമുക്ക് വേണമെന്നില്ല, നമുക്കത് വലിയ യൂസ് ഇല്ലാത്തൊരു കാര്യമാണ്, അത് വിട്ടേക്കാം. പ്രോപ്പർട്ടീസ്, ബേസ് തിയറം ഈ രണ്ട് തിയറംസും കൂടി കഴിഞ്ഞാൽ ബേസിക് പ്രോബിലിറ്റി അല്ല, പ്രോബിലിറ്റിയുടെ ഒരു മെയിൻ രണ്ട് സാധനം കഴിഞ്ഞു. പിന്നെ തൊട്ട് നമുക്ക് വേണ്ടതാണ് ഈ റാൻഡം വേരിയബിൾസ്, മീൻ ഓഫ് എ റാൻഡം വേരിയബിൾ, വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ. ഇവിടുന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ പറഞ്ഞ് പോകും. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ജോയിന്റ് പ്രോബബിലിറ്റിയുടെ ഒക്കെ. അപ്പം മെയിൻ ആയിട്ട് നമ്മള് എന്താണ് ഇതിന്റെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ശരിക്കും ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇങ്ങോട്ട് കയറുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. അതായത് ഈ ജോയിന്റിന്റെ റീജിയൻ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്, നമുക്കത് പഠിക്കാം. ഇതാണ് ഇനി അടുത്ത ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്സ്. ഏതാ? ഈ പ്രോബബിലിറ്റി നമ്മൾ ഇച്ചിരി പറയുള്ളൂ. പ്രോബബിലിറ്റി അതിന്റെ ബേസ് ജോയിന്റിലേക്കായിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ആ ഇൻഡിവിജ്വൽ റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയാണ്ട് ജോയിന്റ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ വരുന്നതാണ്. അപ്പൊ അത് പറയാണ്ടിരിക്കുക. ജോയിന്റ് അതായത് പ്രോബബിലിറ്റി ഓഫ് XY അങ്ങനെയുള്ള കോൺസെപ്റ്റിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം ഇതൊന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇങ്ങോട്ടായിരിക്കണം. പ്രോബ്ലംസ് ജോയിന്റിൽ നിന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ചൊക്കെ ഓക്കെ അല്ലേ? കണ്ടീഷണലും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഓക്കെ ഓക്കെ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ശരി.